ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് 3 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്തത്. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി മൊത്തം 3 സ്പൂണാണ് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് വഴറ്റുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. 3 സവാളയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്ലൈസ് ചെയ്തെടുത്തതാണ്. 4 പച്ചമുളക് നെടുകെ കീറിയെടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റുക. ഈ ഉള്ളി പെട്ടെന്ന് വഴന്നു കിട്ടുന്നതിന് വേണ്ടി നമ്മൾക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് സമയം ഇത് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്തതിന് ശേഷം നന്നായി ഒന്നുകൂടി വഴറ്റുക. ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തത്. ഇവ ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നന്നായി ഒന്ന് വഴറ്റുക. ആ മസാലയുടെ പച്ചമണമെല്ലാം മാറി മസാല ഒന്ന് മൂത്ത് വരുന്നത് വരെ തുടർച്ചയായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ മസാലയെല്ലാം നന്നായി മൂത്ത ഒരു മണം വരുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതാണ് ഞാനിവിടെ ചേർത്തത്. അപ്പോൾ ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് നമുക്ക് തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു 2 മിനിറ്റ് സമയം കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ തക്കാളിയുടെ കഷ്ണങ്ങളെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കൻ കട്ട് ചെയ്തതാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്ത കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് മസാലയെല്ലാം പൊതിയുന്നൊരു പാകത്തിൽ യോജിപ്പിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം അല്ലെങ്കിൽ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. പക്ഷേ ചിക്കനിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങി വന്ന് ഇതിൽ കുറച്ച് വെള്ളം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊരു ലിഡ് കൊണ്ട് കവർ ചെയ്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾക്ക് തേങ്ങ വറക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 2 കഷ്ണം ചെറിയ പട്ടയും 2 ഏലക്കായും 4 കുരുമുളകും 4 ഗ്രാമ്പുവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് സമയമെടുത്ത് തേങ്ങ വറുത്തെടുക്കുക. തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ചിലർ വലിയ തീയിൽ തേങ്ങ പെട്ടെന്ന് വറുത്തെടുക്കും. പക്ഷേ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയില്ല. അത് പെട്ടെന്ന് തേങ്ങ കരിഞ്ഞു വരിക മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് സമയമെടുത്ത് തേങ്ങ വറുത്തെടുക്കുക. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ
വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. മറ്റ് ഓയിലുകളൊന്നും ഈ സമയത്ത് ചേർക്കാൻ പാടില്ല. വെളിച്ചെണ്ണയിൽ തേങ്ങ വറുത്തെടുത്താലാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. ഇതിപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. കുറച്ച് സമയം പിടിക്കുമെങ്കിലും നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ തേങ്ങ വറുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തണിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് ചിക്കൻ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടോ എന്നെല്ലാം ഈ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇത് നന്നായി ഒന്ന് തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായതിനു ശേഷം അതിലേക്ക് തേങ്ങയുടെ കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഞാനിവിടെ ചിക്കൻ കറി വറുത്തരയ്ക്കുന്നതിൽ ചേർക്കാറുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. തേങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ആ ചിക്കൻ കറി കൂട്ടുമ്പോൾ, ആ തേങ്ങാക്കൊത്ത് കടിക്കുമ്പോൾ. ഇതിലേക്ക് ഞാൻ ഒരു 3 ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ചേർക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആ ചെറിയ ഉള്ളി തന്നെ വറുത്തെടുത്ത് ചേർത്താലും മതി. ഇത് നന്നായി മൂത്തതിന് ശേഷം ഞാൻ ചിക്കൻ കറിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് സ്വാദിഷ്ടമായ നല്ല ഒരു അടിപൊളി ചിക്കൻ കറിയാണിത്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.